നിലനിർത്തിക്കൊണ്ട് ആ ശ്വാസത്തിൻ്റെ ഉച്ഛ്വാസവും പിശാചിനെ ആട്ടി ഓടിക്കുന്ന ശ്വാസങ്ങളാണ്. ഹദീസ് ഇട്ടിട്ടുണ്ട്. അതായത് തുറന്നു നോക്കല്ല. തുറന്നു നോക്കാത്തതിന് കാരണം നമ്മൾ പോക്കറ്റിൽ കുറേ പൈസയും ബാങ്കിലുണ്ടാകുമ്പോൾ അക്കൗണ്ടൊന്നും പുറത്ത് കാണിക്കൂല. മറ്റ് പൈസ ഉണ്ടെന്നുള്ള അറിവ് മറ്റൊരാൾ അറിഞ്ഞുകയല്ല. അതുകൊണ്ട് അക്കൗണ്ടൊന്നും പുറത്ത് കാണിക്കൂല. അപ്പം അറിവ് എന്നുള്ളതിൻ്റെ അറിവിൻ്റെ ഏറ്റവും വലിയ അറിവ് പറഞ്ഞു കൊടുക്കണം. പഠിച്ച അറിവ് പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കലാണ് അറിവ്, യഥാർത്ഥ അറിവ്. അതുകൊണ്ട് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരുടെ കുല്ലു നഫ്സിൻ യഖ്റുജു ബിഗൈരി ദിക്രില്ലാഹി ഫവഅഇദ. ഓരോ ശ്വാസോച്ഛ്വാസവും അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് എത്തിക്കുന്ന മാർഗം, നന്മ വിചാരങ്ങൾ, സത്യവിചാരങ്ങൾ, ഇസ്ലാമിക സിദ്ധാന്ത ആശയത്തിൻ്റെ വഴിമുറകൾ, അതിൻ്റെ തലമുറകളെ പിൻപറ്റിയും കൊണ്ട് വഴിമുറകൾ നാം പ്രാവർത്തികമാക്കുക. തലമുറകളെ പിൻപറ്റിയും കൊണ്ട് വഴിമുറകൾ നാം സ്വന്തമാക്കുക. ഇതാണ് ഏറ്റവും ചെറിയ വാക്കുകൾ മഹാന്മാരിൽ നിന്നുള്ള. ഏറ്റവും വലിയ ചെറിയ വാക്കുകൾ ഏറ്റവും വലുതാക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാവർത്തിക രൂപങ്ങളും നിങ്ങളുടെ ജീവിത മാർഗങ്ങളും നമ്മുടെ നന്നായിട്ട്. നമുക്കൊരു വാഹനം ഉണ്ട്. ആ വാഹനത്തിന് അത്യാവശ്യം ചില റിപ്പയറുകളുണ്ട്. ഈ റിപ്പയറുകൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൊടുത്ത് നന്നാക്കണമെന്ന് ആവശ്യമാണ്. അത് നാം നല്ല നല്ല കമ്പനിക്ക് കൊടുത്തിട്ട് അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. വഴിവക്കത്തുള്ള ചില ഇലക്ട്രീഷ്യന്മാരും വർക്ക് ഷാപ്പുകാരും അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമായ കമ്പനിക്ക് കാണുന്ന രോഗം ഇവർ കാണൂല. അപ്പോൾ യഥാർത്ഥമായ കമ്പനി തന്നെ അത് പരിശോധന നടത്തി പ്രവർത്തിക്കണം, അത് റിപ്പയർ ചെയ്യണം, നന്നാക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൽപ്പ്. നമ്മുടെ കൽപ്പ് നന്നാക്കാൻ പറ്റിയിട്ട് ഒരു പാൻറ്റിന് 1250 ഇസ്ബിൽ ബാറും 150 കുറിച്ച് ചോദിച്ചാൽ കൽപ്പാണ്ടാവില്ല. അങ്ങനെ അതൊന്നും നന്നാൻ പഠിച്ച് അതിനെ പഠിച്ചിട്ടില്ല. നീ നന്നാവുണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രയോജനപ്രദമായി തീരുകയുള്ളൂ. ആയത്തിൽ കുറിച്ച് നല്ലതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പോകില്ല. നീ നന്നാവണമെങ്കിൽ, നിനക്ക് നന്മ പ്രവർത്തിക്കണമെങ്കിൽ, നന്മയുടെ പന്താവിലെ വഴിയിലേക്ക് എത്തുന്ന മാർഗം നിനക്ക് വേണമെങ്കിൽ നീ ആയത്തിൽ കുറിച്ചും യാസീനും 30 രൂപവും കത്തും പഴങ്ങളും ഇതൊക്കെ പതിവാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ചുക്കും വരാൻ പോകുന്നില്ല. അറിയാം. കാരണം അതിനൊരു ഉദാഹരണം പറഞ്ഞാലോ, നമ്മുടെ നാട്ടിൽ സുഖമില്ലാത്തതാണ്. ആരോഗ്യം നന്നാൻ വേണ്ടിയിട്ട് രാവിലെ 1 കിലോ ആഡ്രസ്, വൈകുന്നേരം 1/2 കിലോ തല, നട്ടുച്ചക്ക് ലിവർ മറ്റേത്, ബാക്കി എല്ലാ സമയത്തും ചവനപ്രാശിലായി വിടാരിയാദികളും ഇതൊക്കെ നമ്മൾ കഴിച്ചു വയ്ക്കും. ശരീരത്തിന് വൃത്തിയില്ല. എപ്പം നോക്കും ഇയാൾക്ക് ചുമയും കഴിയും, തളർന്നു വീണ് പോകും, മുട്ടുവേദന, നടുവേദന. പള്ളിയിൽ കയറിയാൽ കസാല 1, റുക്കു ചെയ്യാൻ കസാല 2, റുക്കുവിന് വീണ് പോയാൽ വേറൊരു കാവൽക്കാരൻ വേറെയും 3. ഇങ്ങനെല്ലാം ആയിത്തീരുന്ന കാഴ്ചപ്പാട് നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ പോക്കറ്റിൽ തന്നെ നമുക്ക് ശാരീരികമായ ഗുണങ്ങൾ എത്താനുള്ള മാർഗം. ഞാൻ ഒരു കൂടി കണ്ടപ്പോൾ
പുസ്തി എന്ന് കേട്ടൊരു വലിയ ലേഹ്യം ഞാൻ വായിച്ചു നോക്കുമ്പോൾ ശരിയായ പുസ്തി തന്നെ. അപ്പൊ എങ്ങനെ ആ പുസ്തി പരിക്കല്? നീ ആ പുസ്തിയോട് കടമപ്പെടണം. നിന്റെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി നീ തന്നെ നന്നാക്കി എടുക്കണം. എല്ലാ ഭാഗങ്ങളിലും നിന്റെ ചെവി, കണ്ണ്, മൂക്ക് നിനക്ക് തന്നത്. ചെവി, കണ്ണ്, മൂക്ക്. വയലിലുണ്ടാവില്ല. വയലിലുണ്ടാകുന്ന പെണ്ണുങ്ങൾ എത്ര വിഷമാകുന്ന പരിപാടിയുള്ളൂ. പെണ്ണുങ്ങളും പൈസ കൊടുക്കേണ്ട പരിപാടിയെ പെണ്ണുങ്ങൾക്കുള്ളൂ. നന്നാണ്ട് പരിപാടി. പെണ്ണുങ്ങൾക്ക് ദേഷ്യം പിടിക്കേണ്ട, ദേഷ്യം പിടിച്ച പ്രശ്നമല്ല. പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ഒരു 1000 500 500 വർഷത്തെ അങ്ങ് കൊടുത്താൽ ഇവർക്ക് നന്നാണെന്നുള്ള മാർക്ക് ഓർക്കണം. അത് പ്രേരിപ്പിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് പൊന്നു കിട്ടണമെന്നുള്ള മാർഗമേ ഉള്ളൂ. അപ്പോഴെന്താ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന എന്തായാലും പറയാ ഡയറക്റ്റ് പറഞ്ഞാല് പറയും കാറ്റലോഗ്. ഈ കാറ്റലോഗ് നോക്കിയിട്ട് നമുക്ക് ഏതൊരു യന്ത്രവും നന്നാക്കാൻ സാധിക്കും. യാത്രക്കാരനാണെങ്കിൽ വഴിയുടെ ഏറോ മാർക്കിട്ട് മാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോവാം. ചിലപ്പോൾ ആ വാഹനത്തിനിട്ട ആ കുറ്റി അടർന്ന് വീട് പോയി. മാംഗ്ലൂരും തിരിയുന്നില്ല, ബാംഗ്ലൂരും തിരിയുന്നില്ല. കുറ്റിയെ അടർന്ന് വീണിട്ടില്ല. ഇങ്ങനെ പോസ്റ്റ് മാത്രം അടർന്ന് വീണു, ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം പോസ്റ്റ് മാത്രം. ആ പോസ്റ്റിന്റെ മുകളിലുള്ള ബാംഗ്ലൂർ, മൈസൂർ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായിട്ടുണ്ട്. അതിനൊന്നും പറ്റില്ല. അപ്പോൾ യാത്രക്കാർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് എങ്ങനെയാ ബാംഗ്ലൂരിൽ പോകാൻ? ഇത് വീണ് പോയല്ലോ, എന്ത് ചെയ്യാൻ? അവർക്ക് മണി സമയങ്ങൾ കഴിഞ്ഞ്, അർദ്ധരാത്രി കഴിഞ്ഞ്, പാതിര കഴിഞ്ഞ്, നേരം പുലരിന്റെ ഏകദേശം വായിക്കഴിഞ്ഞ് ഒരു മനുഷ്യനോട് ചോദിക്കാനില്ല. അള്ളാഹിനോട് ചോദിച്ചെങ്കിൽ അള്ള വാഹനത്തിൽ പോക്കൂല. അതുകൊണ്ട് അള്ള പറയുന്നില്ല. ആ വിധത്തിലായപ്പോ അതിലൊരു കുട്ടി പറഞ്ഞു, ബുദ്ധിയുള്ള ഒരു കുട്ടി പറഞ്ഞു, നമ്മൾ തിരുവനന്തപുരത്തു നിന്നാണല്ലോ വന്നത്, ഞങ്ങൾ വന്നത് തിരുവനന്തപുരത്തു നിന്നാണല്ലോ. അപ്പൊ ഈ ബോർഡ് തിരുവനന്തപുരത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ ബോർഡിന്റെ സൂത്രം മംഗലാപുരത്തിന്റെ ഇങ്ങനെയും കാണാം, ബാംഗ്ലൂരിന്റെ അങ്ങനെയും കാണാം. നമുക്ക് പോകേണ്ട വഴി ബാംഗ്ലൂരിലേക്കാണ്, അതും കാണാം. അപ്പൊ നമ്മൾ വന്ന വഴി കൃത്യമായി പിടിച്ചു കഴിഞ്ഞാൽ പോകേണ്ട വഴി എവിടെയാണുള്ളത്, എവിടെയും പോകും. ആ വന്ന വഴിയാണ് ഇന്നത്തീന ബദിയ ഖരീബൻ യർജു ഖരീബ. ആണ് കേട്ടി കൊടുത്ത ആൾ. ചിലപ്പോൾ കിട്ടൂല, കാരണം കള്ളാത്തിനെല്ലാം കുത്തിച്ചാടി. രാജ്യത്ത് പോയാലും ഒരൊറ്റൊരു കിതാബുമില്ല, തസബുമില്ല. തസബുവിന്റെ രാജാക്കന്മാർക്കില്ല. ഇപ്പൊ എല്ലാം കള്ളനടപ്പിലാക്കാൻ. എന്താ കള്ളനടപ്പിലാക്കാൻ കാരണം? അവർക്ക് ഹലാലാക്കിയതുകൊണ്ട് കേട്ടിട്ടുണ്ട് കള്ളനടപ്പിലാക്കുന്നത്. ക്ഷേത്രത്തിൽ വിവാഹം നിക്കാഹില്ലെങ്കിൽ അവർ തമ്മിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വിവാഹമായി എന്നും കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളാവുമ്പോൾ നമ്മൾ ഇത്തരം കാര്യത്തിലെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കും. മഹാന്മാരായ സൂഫി വര്യന്മാരിൽ നമ്മൾ പഠിക്കണം. സൂഫി വര്യന്മാരിൽ നമ്മൾ പഠിച്ചാൽ അവർക്ക് അതിൻ്റെ ആക്റ്റീവ് പ്രവർത്തനങ്ങളാണ് അവർക്ക്. ആ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് ആക്റ്റീവ് ആകുമ്പോൾ അവർക്ക് എഫക്റ്റീവ് ആവും, എഫക്റ്റീവ് ആകുമ്പോൾ അത് റിഫ്ലക്റ്റീവ് ആവും. അതിന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്
إن الفقيه والفقيه بفعله ليس الفقيه بنطقه ومقاله. نطقه കൊണ്ടും മക്കാലത്ത് കൊണ്ടും പ്രസ്ഥാനം കൊണ്ടും നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന ഡിഗ്രി കൊണ്ടും എന്ത് തന്നെയായിരുന്നാലും ഞങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നطق കൊണ്ടും മക്കാലത്ത് കൊണ്ടും അമല പ്രവൃത്തി കൊണ്ടും പറയപ്പെടുന്ന ഇൽമ കൊണ്ടും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ രക്ഷപ്പെടാൻ പോകുന്നത് ലൈസൽ ഫഖീഹ ബിനുത്ഖിഹി വമഖാലിഹി വഖദൽ ഗനി ഹുവൽ ഗനി ബിനഫ്സിഹി ലൈസൽ ഗനി ബിമാലിഹി വജമാലിഹി. പ്രാവർത്തികമാക്കണം നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. ആക്റ്റീവ് ഉണ്ടാവും. ഒരു പന്ത് അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ പന്ത് എറിഞ്ഞ് ആ ചുമരിന് കൊണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് റിട്ടേൺ വരുന്നത്. അതാണ് ആക്റ്റീവ്. അത് എറിയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എറിയാനുള്ള കാരണം. അതിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അത് ആക്റ്റീവായി എഫക്റ്റീവായി റിഫ്ലക്ഷനായി. അതാണ് ഇന്നൽ ഫഖീഹ വൽ ഫഖീഹ ബിഫഅലിഹി. നീ 100,000 കൊല്ലം പറയാതെ പറഞ്ഞാലും കാര്യമില്ല, ഇൽമ പഠിച്ചത് കൊണ്ടും കാര്യമില്ല, നീ എത്ര പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയാലും എനിക്ക് കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഖ്യാപിച്ചതാണത്. ലാ തഖാഫു അലൈഹി ലിസാ ഖഫീഫുൽ ഹംലി യുജൽ വൈദ കുൻത. നീ എവിടെയെല്ലാണോ പോകുന്നത് ആ ഇൽമ നിന്റെ കൂടെ ഉണ്ടാവും. അത് പ്രാവർത്തികമാക്കും, ആക്റ്റീവ് ഉണ്ടാവും. നിന്റെ ജീവിതത്തിന്റെ മാർഗം നന്നായി എടുക്കാൻ സാധിക്കും. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയുള്ളതാണ്. സ്ത്രീകളുടേതായിരിക്കുന്ന ആത്മാവ്, അവരുടെ ആത്മാവും പുരുഷന്റെ ആത്മാവും അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആത്മാക്കളാണ്. പരലോകത്തിലേക്ക് എന്തെങ്കിലും നീ കിട്ടുമെന്ന് നീ ആശിച്ചിട്ട് നീ ഒന്നും അമൽ ചെയ്യണ്ടോ എന്ന് പഠിത്തങ്ങളോട് പറഞ്ഞത് മുഹമ്മദ് അബൂബക്കർ വലിയുള്ളാഹി അടിയുണ്ട്. പരലോകത്ത് എന്തെങ്കിലും നീ ആശിച്ചിട്ട് നീ പോകാനുള്ള അമലുകൾ നീ ചെയ്യണ്ട. ഇഹലോകത്ത് നിനക്ക് എന്തെല്ലാം അല്ലാഹു വിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് തള്ളിവിട്ടിട്ട് വേണം നിന്റെ പോക്ക്. 100,000 പറ്റും. അവനെ പറയലും ഇവനെ പറയലും, അവന്റെ കുറ്റം പറയലും, അവന്റെ കുറ്റം പറയലും, എന്റെ കുറ്റം പറയലും, മറ്റവന്റെ കുറ്റം പറയലും. അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അതും ശരിയല്ല, ഉമ്മ ശരിയല്ല, ഉപ്പ ശരിയല്ല, അവൾ ശരിയല്ല, മറ്റുവൾ തിരക്കേടില്ല. റോഡിന് മുകളിൽ പോകുമ്പോ അങ്ങനെ പെണ്ണുങ്ങൾ നോക്കും. ഞാൻ പെണ്ണുങ്ങൾക്കിപ്പം പുറത്തുകളും ഉണ്ടാവില്ല. ഒരാ തൊമുത്തന്നെ അതിനേക്കില്ല മാമത്തഴുന്ന വേർത്തില്ലാത്തതുണ്ട്. എന്റെ കണ്ണ് നട്ടുപോകരുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങള് നമ്മൾ നാളെ ഊർലിങ്ങളടുത്ത് കിടന്നുറങ്ങാനുള്ള സുഖം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെയുള്ള കാലഘട്ടത്തിൽ കടുമഴ തൂക്കം ഒരു ദോഷം എന്നിൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവരുത് റബ്ബേ എന്തിനീ പ്രാർത്ഥിക്കും. എന്റെ ഊർലിങ്ങൾ എന്തല്ലേ നീ കൂത്തുപറമ്പേ പോയിക്കൊണ്ടിരിക്കുന്നു? ഊർലിങ്ങൾ വിശ്വസിച്ചിട്ടല്ലേ നീ പോയിക്കൊണ്ടിരിക്കുന്നു? എന്നിട്ട് ഞാനൊരു അസ്താപുള്ളയും പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ഊർലിങ്ങളും നടക്കൂല. നാളെ മത്സരത്തിലേക്ക് എത്തേണ്ട മാർഗത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു മത്സരമായിരുന്നു, ഇവിടെ നമ്മുടെ നാട്ടിലൊരു മത്സരമായിരുന്നു. വല്ല കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കുക, ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ മാപ്പ് തരാ. അസ്താപുള്ളാ. ആ വഴിയിലേക്ക് ഇങ്ങനെ ചിന്തിച്ച് അഹങ്കാരം നിന്നെ വിട്ട് പിരിഞ്ഞതുമില്ല. അണുപോലും നിന്റെ കൽഭകം അണുപോലും
ഈമാനിന്റെ കൽബകമില്ല. അസ്കുറുനി അസ്കുറുക്കും എന്ന് പറഞ്ഞാൽ നീ ദിക്ർ ചെല്ലുമ്പോൾ അല്ല എന്നെ ദിക്ർ ചെല്ലണം. അപ്പൊ ഇത്തരം കാര്യങ്ങളിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുൽ മശായിഖ് പ്രിയ ഉസ്താദ് നവറുല്ലാഹി മർക്കദഹു നെല്ലിക്കുന്നിൽ ഉസ്താദ് മഹാനവറുകളാണ്. മഹാനവറുകളാണ്. ഈമാൻ കിട്ടുന്ന കാര്യത്തിൽ അത്തരം മഹാന്മാരെ പിടിക്കൂല, എത്തൂല, അവരുടെ സമീപത്ത് എത്താനും സാധ്യമല്ല. പിന്നെ എന്തിനാ ഉള്ളത്? എനിക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർ നിർദ്ദേശിച്ച എനിക്ക് തിന്നാൻ പറ്റാത്ത അലുവ, ജിലേബി, മധുരമുള്ള എന്തൊക്കെ ഉണ്ടോ അതെന്നെ നീ നന്നായി തിന്നു. എന്നിട്ട് നീ സ്വന്തം ഞാൻ ഒരു പഞ്ചാര ഉള്ളവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. ആകാശവാണി വലുതായി മടവൂർ എനിക്ക് പഞ്ചാര ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. പഞ്ചാരയെല്ലാം തിന്നുകയും ചെയ്യും. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യും. തെറ്റുകളെല്ലാം പ്രകീർത്തനമാകും. ഈ വിഷയത്തിന്റെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് മഹാന്മാരുടെ സ്ഥിതികളൊക്കെ അറിയുന്നതും അത് പഠിപ്പിക്കുന്നതുമാണ്. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹീതമായിട്ടാണ് ഉസ്താദ് ഇവിടെ എത്തിയത്. ഉസ്താദിന്റെ മകനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അസ്ഹദ്. അല്ലാഹു അബ്ദുലിന് മാനവർക്ക് പ്രകാശമാക്കും കൊടുക്കട്ടെ. ആ പേര് എല്ലാവർക്കും അത് പ്രചോദനമാക്കുകയും അതിനൊരു റിഫ്ലക്ട് ചെയ്ത് ആധ്യാത്മികത വെളിച്ചത്തിലേക്കുള്ള കത്തിത്തൊലിക്കുന്ന പ്രകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവങ്ങളെ സ്ത്രീകൾക്കും പുരുഷന്മാരും ഒരുപോലെ, കുട്ടികൾക്കില്ല. കുട്ടികൾക്ക് ഫയലാന്ന് പഠിക്കില്ല, വേറൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾക്കില്ല. കുട്ടായ്മകൾക്ക് മൗത്ത് പേരെ ഓർക്കാൻ പറ്റൂല എന്നാ പറയുന്നത്. അത്രയും പഠിച്ചവനും എടുക്കണമെന്നോ ഫയല ചെയ്തിട്ടില്ലെങ്കിലും ഫയലാന്ന് പറഞ്ഞു കൊടുക്കണം. അടിച്ചിട്ടില്ലെങ്കിൽ നിറവേതൊരുക്കുമെന്ന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് സ്ത്രീകൾക്ക്, പ്രത്യേകം സ്ത്രീകൾക്ക്, മഞ്ഞാന്നൊരു മഹാന്മാര് പ്രസംഗിച്ച് നടന്ന് സ്ത്രീകൾ കാരണമാണ് ഇവിടെ മഹാപാപങ്ങളും വിഷമങ്ങളും ബന്ധികളും ഉണ്ടാകുന്നത്. സ്ത്രീകൾ റോഡിന് മുകളിൽ ഇറങ്ങി അവരുടേതായിരിക്കുന്ന മുഖങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും മൊബൈൽ ഫോണും എടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ ഉണ്ടാവില്ല, ആ സംസാരിക്കേണ്ട വ്യക്തികളുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ കാര്യം വിജയിപ്പിക്കട്ടെ. സ്ത്രീകളുടെ അമല് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദിന്റെ ബയാത്ത് കഴിഞ്ഞ് പാടുന്ന ഭക്ഷണം കൊണ്ടുപോകും. നന്നായ ഭക്ഷണം കഴിക്കുക. അൽഹംദുലില്ലാഹ്. ഭക്ഷണം കഴിഞ്ഞാൽ ദിക്ർ, ശാരീരിക ദിക്റല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ കണ്ടൻസും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതിന് യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിനെ നമ്മൾ